ഹലോ ഓൾ, വെൽക്കം ടു ഹാൻഡ് ക്രാഫ്റ്റി. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഹാൻഡ് ക്രാഫ്റ്റി റിലേറ്റഡ് വീഡിയോ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ആർക്കിടെക്ട്. സോ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ ഫേമിൻ്റെ നമ്മളൊരു വർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇതിവിടെ കഴക്കൂട്ടം മേനങ്കുളം അടുത്തുള്ളൊരു ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ചെയ്തേക്കുന്നതാണ്. 3 BHK അപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, സോ നമ്മളുടെ സ്പേസിലോട്ട് നമുക്കിനി എൻ്റർ ചെയ്യാം. ഇതാണ് ലിവിങ് സ്പേസ് വന്നിട്ട്. ഇതൊരു ചെറിയൊരു ലിവിങ് സ്പേസാണ്. നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് വെച്ചാൽ മുന്നേ ഉണ്ടായിരുന്നൊരു സോഫേനെ ഒന്ന് റെനോവേറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ അപ്പോസ്ട്രിയൊക്കെ വന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കളർ തീമുമായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. ഇതൊരു ടീൽ ബ്ലൂ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സോഫ. ആക്ച്വലി ഇതൊരു പഴയ സോഫയായിരുന്നു, ബട്ട് നമ്മുടെ റെനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ അപ്പോസ്ട്രി എന്തായാലും ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കളർ തീമായിട്ട് മാറ്റുന്ന രീതിയിൽ തന്നെ ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിങ്ങനെ കസ്റ്റം ചെയ്തും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ കുഞ്ഞ് റെനോവേഷൻ പ്രോജക്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും. നമ്മുടെ എൻ്റെ ഈ ഒരു ലിവിങ് സ്പേസ് വന്നിട്ട് നമ്മളൊരു വോം കളർ തീമിലാണ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്നത്. ബട്ട് ദർ ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ഈ ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വോം കളർ വന്നിട്ട് ഈ ഒരു നൈറ്റ് ടൈമിൽ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടുമായിരിക്കും. ഇതിനൊരു സ്പെഷ്യൽ സൈഡും കൂടെ ഉണ്ട്. ഷോ യു ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എൻ്റെ തീമിന് വേണ്ടി തന്നെ നമ്മൾ ഈ വോൾസ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം, പ്ലെയിൻ ആയിട്ടുള്ള വോൾസാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ഈ ഒരു തീമിന് നിൽക്കുന്നത്. ഈ ഒരു തീം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലാറ്റ് ഇരിക്കുന്ന സൈറ്റിനും ആയിട്ടൊരു കണക്ഷൻ വരുന്നൊരു പെയിൻറ്റിങ്ങാണ് കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് എ ബീച്ചിൻ്റെ ഒരു വൈബ് വരുന്ന ഒരു പെയിൻറ്റിങ്ങാണ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് ഓൾസോ ഡൺ ബൈ മീ. ഹാൻഡ് ക്രാഫ്റ്റിയുടെ ഒരു പ്രോഡക്റ്റാണിത്. സോ ഈ ഒരു നമ്മുടെ എൻ്റെ ലിവിങ് റൂമിന് അനുയോജ്യമായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി ഈ ഒരു ടി വി യൂണിറ്റ് വന്നിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് 2 ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലൊരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. മിനിമലായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി ഈ ഒരു സ്പേസ് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ നമ്മളതിനെ റെനോവേറ്റ് ചെയ്താണ് എടുത്തത്. ഇത് പുതിയൊരു ഫ്ലാറ്റല്ല, മുന്നേ ഉണ്ടായിരുന്ന സ്പേസിന് നമ്മുടെ ക്ലയൻറ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒരു ലുക്ക് മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോജക്റ്റിൽ. ഓക്കെ, സോ നമ്മൾ അടുത്ത ഇവിടെ കൊടുത്തേക്കുന്ന ഒരു പാർട്ടീഷൻ ഷെൽഫാണ്. ഇത് നമുക്ക് വേറൊരു പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്തതായിരുന്നു. ബട്ട് അവസാനം നമുക്ക് തോന്നിച്ചു ഈ ഒരു സ്പേസിൽ അത് ഭയങ്കരമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡയറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഗോൾഡൻ ഹാൻഡിൽ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഈവൻ നമ്മൾ ടി വി യൂണിറ്റിൽ വരുമ്പോഴത്തേക്കും ഗോൾഡൻ ഹാൻഡിൽസാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നൊരു സ്പേസാണ് നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത്. നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ബാൽക്കണി സ്പേസിലോട്ടാണ് വരുന്നത്. ഇത് ആക്ച്വലി നമ്മൾ 8th ഫ്ലോറിലാണ് നമ്മൾ ഫ്ലാറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എൻ്റെ കഴക്കൂട്ടം ട്രിവാൻഡ്രം സിറ്റി എൻ്റെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഓഷനും വരുന്നുണ്ട്. ബീച്ചിൻ്റെ ഒരു കാറ്റ് നമ്മളുടെ ഫ്ലാറ്റിലോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബാൽക്കണിയിലാണ് നമ്മളെ വാനിറ്റി യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മളൊരു റൗണ്ട് മിററൊക്കെയാണ് കൊടുത്തേക്കുന്നത് വിത്ത് ലൈറ്റ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ഒരു ചെറിയൊരു വാഷ് ബേസിനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഒരു മിനി ഒരു കോസി ആയിട്ടുള്ളൊരു സ്പേസാണ് ഇത് വന്നിട്ട്. സോ നമ്മളിനി പോകുന്നത് നമ്മളുടെ ഡൈനിങ് സ്പേസിലോട്ടാണ്. ലിവിങ്ങിൽ നിന്ന് തന്നെ എൻ്റർലി സ്ട്രെയിറ്റ് നമുക്ക് വരാൻ പറ്റും. ഒരു പാർട്ടീഷനൊന്നും ഇല്ലാണ്ട് ഒരു ചെറിയൊരു സ്പേസാണ് ഡൈനിങ് സ്പേസ് വന്നിട്ട്. നമ്മളിവിടെ ഭയങ്കരമായിട്ട് ഡെക്കറോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ചെറിയൊരു യൂണിറ്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഇപ്പോൾ തന്നെ ഫാമിലി ഫോട്ടോസൊക്കെ ഈ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് തന്നെ വന്നേക്കുന്നത് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇവിടെ നമ്മളുടെ ക്ലയൻറ്റിൻ്റെ ഏറ്റവും റിക്വയർമെൻ്റ് ആയിരുന്നു സ്റ്റോറേജ് സ്പേസ് മാക്സിമം വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻ്റെ വാളിൽ നമ്മൾ വലിയൊരു ഫുൾ 300 സെൻറ്റിമീറ്റർ ലെന്തിനുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തേക്കുന്നത്. വാർഡ്രോബിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്റ്റഡി യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലസ് ഒരു ഫുൾ ലെന്ത് മിററും കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ഒരു സ്റ്റഡി യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ക്ലയൻറ്റിന് ഏറ്റവും വലിയ റിക്വയർമെൻ്റ് ആയിരുന്നു റൂമിൽ തന്നെ ഒരു സ്പേസ് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാർഡ്രോബിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. പ്ലസ് ഒരു ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാർഡ്രോബിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഹാൻഡിൽസ് എല്ലാം നമ്മൾ ബ്ലാക്ക് ഡീറ്റെയിലിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു തീമാണ് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് വരുന്ന ഈ
എൻ്റെ അപ്പാർട്ട്മെൻറ്റിലത്തെ കിഡ്സ് റൂം ലുക്കാണ്. നമ്മളിവിടെ കൊടുത്തേക്കുന്ന കളർ വന്നിട്ട് തന്നെ ഒരു ലാവൻഡർ കളറാണ്. ലാവൻഡർ കളറിൻ്റെ കൂടെ ഹാൻഡിൽസ് ഒക്കെ നോക്കിയാൽ കാണാം ഒരു റോസ് ഗോൾഡിൻ്റെ ഹാൻഡിൽസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ലാവൻഡർ വിത്ത് വുഡൻ തീമാണ് നമ്മൾ ഈ എൻ്റെ വാർഡ്രോബിന് ചെയ്തേക്കുന്നത്. നമ്മൾ സെയിം മാസ്റ്റർ ബെഡ്റൂം ചെയ്ത പോലെ തന്നെ ഇവിടെയും സ്റ്റോറേജ് ആയിരുന്നു മെയിനായിട്ട് കൺസേൺ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ലോഫ്റ്റ് ഉൾപ്പെടെ ഉള്ളൊരു എൻ്റെ വാളിലാണ് നമ്മൾ ആ ഒരു ഡോർ സ്പേസ് വിട്ടിട്ട് എൻ്റയർലി സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി യൂണിറ്റ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ തന്നെ കോർണറിലാണ് നമ്മളിതിൻ്റെ ഫുൾ മിറർ കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ മിറർ കാണുമ്പോൾ തന്നെ ഒരു യുണീക്ക് ഷേപ്പാണ് നമ്മളിതിൽ ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ സ്ക്വയർ കട്ടിന് പകരം നമ്മൾ ആർച്ച് ഷേപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കിഡ്സ് റൂം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ജോമെട്രിക് ഷേപ്സിൻ്റെ ഒരു യുണീക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഭയങ്കര മിനിമലായിട്ടും സിമ്പിളായിട്ടാണ് ഈ മിറർ വാളിലോട്ട് സ്റ്റിക്ക് ചെയ്തേക്കുവാണ്. വേറെ നമ്മളതിന് സ്റ്റോറേജോ അല്ലെങ്കിൽ സൈഡ് ഷെൽഫോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വന്നിട്ട്. എൻ്റെ ഒരു ചെറിയൊരു കിച്ചൺ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നു. ചെറിയൊരു കിച്ചൺ എന്ന് വെച്ചാൽ ചെറിയൊരു എൽ ഷേപ്പിൽ മാത്രമായിരുന്നു കിച്ചൺ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടാണ് ഒരു യു ഷേപ്പിൽ കിച്ചൺ ആക്കി എടുത്തു. അതുപോലെ തന്നെ കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും നമ്മൾ ഈ കിച്ചണിനുള്ളിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു അപ്പാർട്ട്മെൻറ്റ് സ്പേസാണ്. കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസസ് ഇല്ലാത്തത് കൊണ്ടാണ് വാഷിംഗ് മെഷീൻ നമ്മൾ ഇതിനുള്ളിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കളർ കോമ്പിനേഷൻ ഒലിവ് ഗ്രീനും ബ്ലാക്കും വുഡൻ തീമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പ്ലസ് നമ്മുടെ ഇപ്പോൾ ലോഫ്റ്റ് നോക്കുമ്പോൾ ഒരു വൈറ്റ് കളർ തീമിലാണ് വന്നേക്കുന്നത്. നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ ലോഫ്റ്റ് വൈറ്റ് ആക്കിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വൈറ്റിൻ്റെ കൂടെ തന്നെ മാച്ച് ചെയ്ത് പോകാൻ റോസ് ഗോൾഡ് ഹാൻഡിൽസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ലൈക്ക് നോബാണ്, സ്ക്വയർ നോബ്സ് ആണ് കൊടുത്തേക്കുന്നത്. സോ കമ്മിങ് ടു അവർ കൗണ്ടറിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു എൽ ഷേപ്പ് ഗ്രാനൈറ്റ് ആയിരുന്നു. അത് നമ്മൾ റീയൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു സിമിലർ പീസും കൂടെ പർച്ചേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പം മാക്സിമം നമുക്ക് വേസ്റ്റേജ് ഇല്ലാണ്ടാണ് നമ്മൾ ഈ കിച്ചൺ ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഒലിവ് ഗ്രീനിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് 4 ഇഞ്ചിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷ് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ്. ഈ ഒരു ഡ്രോയർ തന്നെ നമ്മൾ 2 ഡ്രോയേഴ്സ് ആയിട്ടാണ് ചെയ്തത്. അതിനുള്ളിലായിട്ടാണ് നമ്മൾ കട്ടില യൂണിറ്റിൻ്റെ കൊടുത്തേക്കുന്നത്. അതിന് നമ്മൾ ഹാൻഡിൽ വന്നിട്ട് പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്.